ഏറെ പ്രതീക്ഷയോടെ സന്തതൻ തൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം കേൾക്കുവാനായി കാത്തിരുന്നു. മന്ദാര ആ സ്വപ്നം വിശകലനം ചെയ്യുവാൻ തുടങ്ങി. അങ്ങ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്. ആ സ്വപ്നത്തിൽ അങ്ങ് കണ്ട ആ വലിയ മാവിനെ അങ്ങയുടെ കൃഷിഭൂമിയും വ്യാപാരവും അടങ്ങുന്ന സ്വത്തുക്കളായും ആ മാവിലെ മാമ്പഴങ്ങളെ അതിൽ നിന്നുമുള്ള വിളവുകളും വ്യാപാര ദ്രവ്യങ്ങളുമായും കരുതാം. മാവിലേക്ക് മാമ്പഴം ഭക്ഷിക്കാൻ എത്തുന്ന പക്ഷികളും ചെറുജീവികളുമാണ് അങ്ങിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന മറ്റു വ്യാപാരികൾ. വ്യാപാരം വിപുലപ്പെടുത്തുന്നതിനായി അങ്ങ് കൂടെ കൂട്ടിയ അങ്ങയുടെ അനുയായികളെ പ്രതിനിധീകരിക്കുന്നതാണ് മാവിലേക്ക് പടർന്നു കയറിയ മുന്തിരിവള്ളിയും കാട്ടുവള്ളിയും. ശരിക്കും പറഞ്ഞാൽ മുന്തിരിവള്ളിയിൽ ഉണ്ടാവുന്ന കായ്കൾ കൂടുതൽ പക്ഷികളെയും മറ്റ് ജീവികളെയും മാവിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യേണ്ടത്. മറിച്ച് പാഴ്ചെടി ഒരു ഗുണവും തരാതെ ഇപ്പോഴുള്ള മാമ്പഴങ്ങൾക്ക് പോലും ദോഷകരമായി നിലകൊള്ളാനാണ് സാധ്യത. അത്തരത്തിൽ കൂടെ കൂട്ടിയിരിക്കുന്നവരെ അങ്ങ് രണ്ടായി തിരിച്ചാണ് കാണുന്നത്. ഒരു വിഭാഗം അങ്ങയ്ക്ക് ഗുണമുള്ളവരും മറ്റുള്ളവർ കേവലം അങ്ങയെ ആശ്രയിച്ച് കൂടെ നിന്ന് അവരുടെ ജീവിതം മാത്രം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവരും. അവരെ കൊണ്ട് അങ്ങയ്ക്ക് കൂടുതൽ വളർച്ചയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അങ്ങ് കരുതുന്നു. എന്നാൽ അവിടെയാണ് അങ്ങയുടെ നിഗമനം തെറ്റിയത്. സ്വപ്നത്തിൽ അങ്ങ് കണ്ടതുപോലെ മുന്തിരിവള്ളി പടർന്ന ഭാഗങ്ങളിൽ ഇത്തിൽ പോലുള്ള പരാത സസ്യങ്ങൾ വളരാൻ തുടങ്ങി. അത് മാവിന് ദോഷകരമായി വന്നു ഭവിച്ചു. ആ ഭാഗത്തെ ശാഖകൾ ഉണങ്ങി നിർജീവമാകാൻ തുടങ്ങി. അതായത് അങ്ങ് ഗുണകരമെന്ന് കരുതി കൂടെ കൂട്ടിയവർ ശരിക്കും അങ്ങയ്ക്ക് ദോഷമാണ് ചെയ്യുന്നത്. അവർ അവരുടെ നേട്ടത്തിനായി വീണ്ടും കൂടുതൽ ആളുകളെ അവരോടൊപ്പം കൂട്ടാൻ തുടങ്ങി. അവരാണ് ഇത്തിളുകളും മറ്റ് പരാത സസ്യങ്ങളും. ചുരുക്കത്തിൽ ഇക്കൂട്ടർ അങ്ങയുടെ കൂടെ നിന്ന് അങ്ങയെ വഞ്ചിച്ച് അങ്ങയുടെ സ്വത്ത് മുഴുവൻ ഊറ്റിയെടുക്കുകയാണ്. എന്നാൽ മറുവശത്ത് പാഴ്ചെടിയെന്ന് കരുതിയ ആ വള്ളിച്ചെടി പരാത സസ്യങ്ങളുടെ വളർച്ചയെ തടഞ്ഞ് അത് സ്വയം കായ്ച്ച് കൂടുതൽ പക്ഷികളെയും ജീവജാലങ്ങളെയും ആ മാവിലേക്ക് ആകർഷിക്കുന്നു. അതുപോലെ തന്നെയാണ് അങ്ങയുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. അങ്ങ് ഒരു ഗുണവും ഇല്ലാത്തവരെന്ന് കരുതിയ അങ്ങയുടെ അനുയായികളാണ് ശരിക്കും അങ്ങയെ പൂർണ്ണമായും നാശത്തിലേക്ക് പോകാതെ സംരക്ഷിച്ച് നിലനിർത്തുന്നത്. ഇനിയും വൈകിയാൽ ആ മുന്തിരിവള്ളി മെല്ലെ ആ മാവിൻ്റെ മറുപകുതിയിലേക്കും വ്യാപിക്കും. അത് അങ്ങയുടെ പൂർണ്ണ നാശത്തിന് കാരണമാകും. അങ്ങ് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അങ്ങയുടെ അനുയായികളെ ശരിയായി മനസ്സിലാക്കി വിശ്വസനീയമായവരെ മാത്രം കൂടെ നിർത്തുക. ഇപ്പോൾ അങ്ങ് കൂടെ നിർത്തിയിരിക്കുന്നവരെ എത്രയും വേഗം തന്നെ പുറത്താക്കുക. അവരാണ് അങ്ങയുടെ അധപ്പതനത്തിൻ്റെ മൂലകാരണം.